ஐஸ்கிரீம் சாப்பிடணுமா? நீ போய் சாப்பிட்டு வா, அந்த ஷாப்பு கிடைக்கும். வரும்போது எல்லாருக்குமே சேர்த்து வாங்கிட்டு வா. ஏய், இந்த மொபைல் உனக்கு தான். கால் வரும்போது இந்த கிரீன் பட்டனை அட்டெண்ட் பண்ணு. Sir, those bastards escaped, sir. Sir. I will attach the blueprint and send the mail, sir. Okay, you carry on. Okay, sir. നമസ്കാരം. Sit down. ഇരിക്കെ. വില്യംസ് എന്ന് വെച്ചാൽ ജീവനായിരുന്നു ഞങ്ങൾക്ക്. തിരിച്ചിങ്ങോട്ടും അതെ. വില്യംസിനോടുള്ള അതേ കൂറും സ്നേഹവും ഞങ്ങൾക്ക് ക്രിസ്റ്റഫറിനോടും ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പുറത്തുനിന്നുള്ളവരുടെ സഹായം സ്വീകരിക്കുന്ന പതിവില്ല ഈ ജോൺ ക്രിസ്റ്റഫറിന്. മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തും ചെയ്തു തരാൻ മത്സര എന്റെ കുട്ടികൾ. പക്ഷെ ഞങ്ങളും അറിയാം കമ്മീഷണർ, ഇൻവെസ്റ്റ്മെന്റായി താനും മേയറും കോവിലകം ബിൽഡേഴ്സും ന്യൂ ഇന്ത്യ ബിൽഡേഴ്സും മുടക്കിയിരിക്കുന്ന കോടികൾ നിമിഷം പ്രതി ഇരട്ടിക്കാൻ ശേഷിയുള്ള പോസ്റ്റ് ഗ്ലോബലൈസേഷൻ മേഖലയിലെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമായ ന്യൂ ഇന്ത്യ ബിൽഡേഴ്സ് നിക്ഷേപിച്ചതൊന്നും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക്. നിങ്ങളുമായുള്ള ഡീലിംഗ്സ് എല്ലാം വില്യംസ് എന്നോട് പറഞ്ഞിരുന്നു, ദിവസവും രാത്രി നടത്താറുള്ള ഫോൺ സംഭാഷണങ്ങളിൽ. ബട്ട് വൺ തിങ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന വിശേഷാധികാരം ഉപയോഗിച്ച് വേണ്ടി വന്ന കൊല്ലാനുള്ള ഉത്തരവിടാൻ ശേഷിയുള്ള അവനെ, ആ ജില്ലാ കളക്ടറെ, നമ്മുടെ ഈ കൂടിച്ചേരലിന്റെ വിശേഷം അറിയിച്ചു കൊടുക്കണം ഉടനെ. പറഞ്ഞോളൂ, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാ. സംരക്ഷിക്കുക. പാടം നികത്താൻ അനുവദിക്കുക. കളക്ടർ നീതി പാലിക്കുക.
കളക്ടർ സാറെ കാർ അതിലെ പോവില്ല. ജനം ഭയങ്കര വയലന്റാ. എന്താണ് അവരുടെ പ്രശ്നം? പ്രശ്നം സാറ് തന്നെയാ. ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് സാറ് തിരിച്ചു പോകുന്നത് നല്ലത്. എന്താ പേടിപ്പിക്കുകയാണ്? തനിക്ക് ഈ വേഷവും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് വഴി തിരിച്ചുവിടാനല്ല, വഴി തുറന്നു തരാനാ. Go and do that. അത് വേണോ സാറേ? അവര് തൊഴിലാളികളാ. ഈ കളക്ടറുടെ പത്രാസൊന്നും അവർക്കറിയില്ല. പിന്നെ ഈ കമ്മീഷണർക്ക് പോലും ഒന്നും ചെയ്യാനാവില്ല. അറിയാടോ, CI സോമനെ പോലുള്ളവർ നടുറോഡിൽ കൊല ചെയ്യപ്പെട്ടാലും ജില്ലാ കളക്ടറായ എന്നെ പെരുവഴിയിൽ തടഞ്ഞാലും തന്നെ പോലുള്ളവർ ഒരു ചെറു വിരൽ പോലും അനക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ നഗരത്തിലെ ഏറ്റവും വൃത്തികെട്ട ഗൂണ്ടകളെ ഈ വേഷമണിയിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയവരുടെ ഉദ്ദേശം വ്യക്തമായി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് ഈ വഴി പോയേ മതിയാവൂ. ക്ലിയർ ദ പാത്ത് ആൻഡ് ഇറ്റ്സ് an order from the collector. മുസ്തഫ, sir, on the move. വണ്ടി എടുക്കും. സമരത്തെ അടിച്ചമർത്തി തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കളക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. പാടം നികത്തൽ നിരോധനം മൂലം തൊഴിലില്ലാതായ നിർമ്മാണ തൊഴിലാളികളെ വളരെ മൃഗീയമായാണ് പോലീസ് തല്ലി ഒതുക്കിയത്. നിരവധി പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇവിടെ നടന്ന അതിക്രമങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം കളക്ടർക്കാണ്. സർ, CP വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണ് കളക്ടർ നടത്താൻ നോക്കുന്നത്. തൊഴിലാളി വർഗത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇങ്ങനെ പോയ കളക്ടർ അറിയും. ഈ നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വളരെ സമാധാനപരമായി സമരം നടത്തിയിരുന്ന പാവപ്പെട്ട തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണമായിരുന്നോ ഈ കളക്ടർക്ക്? നിർമ്മാണ തൊഴിലാളികളുടെ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പാടം നികത്തൽ നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ കളക്ടറിന്? മേയറും കളക്ടറും പരസ്പരം മത്സരിച്ചാൽ അവസാനത്തെ ജയം ഈ നഗരാധിപതിയായ മേയർക്ക് തന്നെ ആയിരിക്കുമെന്ന്. നാളത്തെ ഹർത്താൽ കഴിയുന്നതോടെ അത് കളക്ടറിനും ബോധ്യപ്പെടും. അതിന് ഹർത്താൽ നടന്നാലല്ലേ? നടക്കും കളക്ടറെ. ഇയാള് മുമ്പ് ജോലി ചെയ്തിരുന്ന ഡൽഹി, ബീഹാർ, ആന്ധ്ര ഒന്നുമല്ല. ഇത് കേരളമാ, കൊച്ചിയാ. ഹർത്താൽ നടക്കും. നാളെ ഈ നഗരത്തിൽ ഒരീച്ച പോലും പറക്കില്ല. ഈച്ചല്ല, ജനം. ജനം പറക്കും. ഈ നഗരത്തിലൂടെ വാഹനങ്ങൾ പറക്കും. എല്ലാം പതിവ് പോലെ സംഭവിക്കും. കാണാം കാണാം. ഹർത്താലിന്റെ പേരിൽ അക്രമം നടത്താനാ അവരുടെ പദ്ധതി. അക്രമം നടന്നാ പിന്നെ കളക്ടർ മാറ്റാനുള്ള ആവശ്യം ശക്തമാവും. പിന്നെ മുഖ്യമന്ത്രി വിചാരിച്ച പോലും ചിലപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അറിയാം, അവരുടെ പൊളിറ്റിക്സ് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ പോയതിനു ശേഷം അവിടെ ഒരു ലാത്തി ചാർജ് നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഹർത്താൽ ഞാൻ പൊളിക്കും. വിയറ്റ്നാമിലെ ഭരണാധികാരിക്ക് ജലദോഷം വന്നാലും, ക്യൂബയിലെ ഹവാന ചുരുട്ടിന് വിലയിടിഞ്ഞാലും, ഇറാഖിലെ ഏകാധിപതിയായ മുൻ പ്രസിഡന്റിനെ തൂക്കിലേറ്റിയാലും, ആ നാടുകളിൽ നടന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കൃത്യമായി നടക്കും ഹർത്താൽ. നിങ്ങൾ അറിയണം, കഴിഞ്ഞ വർഷം മാത്രം 212 ഹർത്താലുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശികമായും അല്ലാതെയും നടന്നത്. 2020ഓടെ അമേരിക്കയും മറികടന്ന് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട് ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വികസന കുതിപ്പിന് തടയിടരുത്. ഇതുപോലെയുള്ള ഒരു സമരങ്ങളും ദൈവത്തിന്റെ സ്വന്തം നാട് ഹർത്താലുകളുടെ സ്വന്തം നാടാവരുത്. അതിന് നിങ്ങൾ ഒരു കൂട്ടർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. ഞങ്ങൾ പത്രക്കാർ വിചാരിച്ചാൽ ഹർത്താൽ എങ്ങനെ തടയാമെന്നാ കളക്ടർ സാർ പറയുന്നത്? ബഹിഷ്കരിക്കണം വാർത്തകൾ. ഹർത്താൽ ആഹ്വാന സംബന്ധമായ ഒരു വാർത്തയും പത്രങ്ങളിലോ ചാനലുകളിലോ വരരുത്. 100 പേരുടെ അംഗബലം പോലുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ ഹർത്താലുകൾ നടത്തി വിജയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പത്രങ്ങളിലും ചാനലുകളിലും വരുന്ന വാർത്തകളാണെന്ന് ഞാൻ പറയും. നിങ്ങളെന്തിന് ഹർത്താൽ അനുകൂലികളുടെ ജിഹ്വകളാകണം? രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വന്തം ചെലവിൽ നടത്തട്ടെ ഹർത്താൽ ആഹ്വാനം. പതിവ് പോലെ ജനം തെരുവിലിറങ്ങിയാൽ അത് തടയാൻ ശേഷിയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ? ഇത് ജില്ലാ കളക്ടറുടെ വ്യക്തിപരമായ അപേക്ഷയല്ല. അന്നന്ന് അധ്വാനിച്ചാൽ മാത്രം അന്നമുണ്ടാക്കാൻ കഴിയുന്ന പാവങ്ങളുടെ അപേക്ഷയാണ്. ഉറ്റവർക്കൊരു അസുഖമുണ്ടായാൽ
ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ ഹർത്താലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരുടെ അപേക്ഷയാണ്, പ്രാർത്ഥന. ഇപ്പം മനസ്സിലായി കാണുമല്ലോ പരസ്പരം മത്സരിച്ചാൽ ആരാ ജയിക്കുകയെന്ന്. തയ്യാറാണ് മാഡം, ഏത് വലിയ തിരിച്ചടി നേരിടാനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാഡം ഓർക്കണം, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫിസിക്സ് ലെക്ചറായ മാഡത്തിന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. നാളെ മുതൽ ഞാനും തുടങ്ങുകയാണ്. ആക്ഷൻ അല്ല, റിയാക്ഷൻ. ഗുഡ് ലക്ക്. Sir, the collector with police. Bloody hell. എന്താ മേഡം ഇത്? ഇതെന്താ മൂന്നാറാ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പൊളിക്കാൻ വന്നേ? ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ കളക്ടറായ ഞാൻ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഈ ആസ്ഥാന മന്ദിരം പടുത്തുയർത്തിയിരിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി തീറാക്കിയ ഭൂമിയിലല്ല, കയ്യേറ്റ ഭൂമിയിലാണ്. അറിയാലോ ഇപ്പോഴത്തെ സർക്കാർ നിയമം, സർക്കാർ ഭൂമി കയ്യേറിയവൻ ഏത് കൊലകൊമ്പനായാലും ഒഴിപ്പിച്ചിരിക്കും. എനി ഒബ്ജെക്ഷൻ മിസ്റ്റർ ക്രിസ്റ്റഫർ? കളക്ടർ സാർ, നമ്മൾ ഇങ്ങനെ മുഖാമുഖം കാണുന്നത് ഇതാദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടു കളക്ടറെ. കളക്ടറായ ഇങ്ങനെ വേണം, സ്മാർട്ട്, അഗ്രസീവ് ആൻഡ് ഡൈനാമിക്. ഐ ലൈക്ക് ഇറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. Never mind. Okay. എന്താ മിസ്റ്റർ, കളക്ടറാണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? എടോ കളക്ടറെ, ഈ കെട്ടിടം സർക്കാർ ഭൂമിയിലാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പറയുന്നത്? ഇത് കണ്ടോ, കോർപ്പറേഷന് വർഷാവർഷം കൃത്യമായിട്ട് ഇവരടയ്ക്കുന്ന ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്. ദിസ് ഇസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. കളക്ടർ എന്താ പരിഹസിക്കുക? അതെ, ഈ കെട്ടിടം സർക്കാർ ഭൂമിയിൽ അല്ലെന്ന് തെളിയിക്കാൻ ബാധ്യതയും അവകാശവുമുള്ള ജോൺ ക്രിസ്റ്റഫറും അയാളുടെ ലീഗൽ അഡ്വൈസറും പകച്ചു നിൽക്കുമ്പോ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു മേയർ കാണിക്കുന്ന ശുഷ്കാന്തിയും ആവേശവും കാണുമ്പോ എങ്ങനെ പരിഹസിക്കാതിരിക്കും? ഭാര്യയുടെ താലിമാല വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് 2-3 സെന്റിൽ ഒരു കൊച്ചു വീട് കെട്ടാൻ ഇറങ്ങിത്തിരിക്കുന്ന സാധാരണക്കാരന്റെ നേർക്കെ നഗരസഭ കെട്ടിട നിർമ്മാണ ചട്ടം ഉപയോഗിച്ച് മാഡം അടക്കമുള്ള വിശാല കൊച്ചിയുടെ ഭരണാധികാരികൾ ആഞ്ഞടിക്കൂ. ഇതുപോലെ പൊതുമുതൽ കയ്യേറി ഒരു ചട്ടങ്ങളും പാലിക്കാതെ കൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്ന ഇവനൊക്കെ വിശാല കൊച്ചിയുടെ സമാദരം, റെഡ് കാർപ്പറ്റ് വെൽക്കം. കളക്ടർ സാർ, പാവ ആ സ്ത്രീയെ വിട്ടേക്ക്. പരാക്രമം സ്ത്രീകളോടല്ല, അതെല്ലാം ആണുങ്ങളോട്. ആണുങ്ങളോടാണ് ചെയ്യേണ്ടത്. ഈ എനിക്കിഷ്ടാതാ. അതിന് നീ ആണാണോടാ? CI സോമനെ കൊന്നു തള്ളി ആ കുറ്റം ഏറ്റെടുക്കാൻ ഒരു വാടക ഗൂണ്ടെ ഏർപ്പാടാക്കിയവനല്ലേ നീ? നീ ഇപ്പൊ പറഞ്ഞ ആണത്വമുള്ളവര് അതല്ല ചെയ്യുക. ഇത് വാറല്ലേ കളക്ടർ സാർ, യുദ്ധം. യുദ്ധത്തിൽ തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലാതെ വീറിനും വാശിക്കുമല്ല. ജയം, അതാണ് പ്രധാനം. ക്രിസ്റ്റഫറിനും അതാണ് ഇഷ്ടം, ആഗ്രഹവും. ഇത് അനീതിയാണ്. ജില്ലാ കളക്ടറല്ല, കോടതിയാണ് ഈ ഭൂമി കയ്യേറ്റ ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. കോടതിയുടെ തീർപ്പ് വരുന്നത് വരെ നമ്മൾ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല. ചെറുക്കും, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ഇതും ഒരു തന്ത്രമാണ്. ഇതിനെ മറികടക്കാൻ പറ്റുമോ നോക്ക്. സോ യു സീ മിസ്റ്റർ കളക്ടർ, ഇവരുടെയൊക്കെ ചോര ചിന്താതെ സാറിന്റെ ഈ JCB ഇതിന്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. CI സോമന്റെ ബലിദാനത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ നിയമപരമായി നിന്റെ ഈ സമുച്ചയം ഇടിച്ചു വീഴ്ത്തുക തന്നെ വേണം. രേവതി, പോലീസൊന്നും വേണ്ട സാറേ, ഇവരെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം.
എന്റെ പൊന്നു മോനെ ഇത് കണ്ടോ? 50-100 കിലോ മറിക്കുന്ന കൈകളായത് ഇതുകൊണ്ടൊന്ന് തന്നാണല്ലോ. സാറ് ജയിച്ചു. പക്ഷെ ഈ ജയം അധികകാലം നിൽക്കില്ല. സന്തോഷം. കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ കളക്ടറും സംഘവും പൊളിച്ചുമാറ്റി. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിനു ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ കയ്യേറ്റ വിരുദ്ധ നീക്കമായിരുന്നു ഇന്ന് കൊച്ചിയിൽ നടന്നത്. ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ ഹെഡ്ക്വാർട്ടർ ഇടിച്ചു നിർത്തി ആരംഭിച്ച ആന്റി ലാൻഡ് മാഫിയ ഓപ്പറേഷൻ നിരവധി സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനിൽ ACP രേവതിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പങ്കെടുത്തു. കണ്ടല്ലോ, ഇനി ക്രിസ്റ്റഫർ വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ ഇതിലേറെ വലിയ താപാനകളെ മെരുക്കിയിട്ടുള്ള ആളാ അയാള്. അറിയാലോ CI സോമന്റെ കാര്യം. പിന്നെ ഇതിങ്ങനെ പോയാ കളക്ടർക്ക് ആ ഗതി തന്നെ വരും. സംശയം എന്താ? വരും. പക്ഷേ അതിന് എന്നാന്ന് മാത്രമേ അറിയാനുള്ളൂ. മതിയാ പറഞ്ഞത്. CI സോമന് ചെയ്തതുപോലെ എന്റെ ഉണ്ണിയെ ചെയ്യാൻ ധൈര്യമുണ്ടോ നിങ്ങളുടെ ആ ക്രിസ്റ്റഫറിന്? എന്ന് എനിക്കതൊന്ന് കാണണം. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. എന്ന് വെച്ച് അവൻ എന്റെ അനിയനല്ലാണ്ടാവുമോ? എന്റെ ചോരയല്ലാണ്ടാവുമോ? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ഉണ്ണിക്ക് CI സോമന്റെ ഗതി വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണം അവരെ. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് അവസാനിപ്പിച്ചു കളയും ഞാൻ. ഇത് വെറും വാക്കല്ല, നാട് ഭരിച്ചിരുന്ന ഒരു പരമ്പരയിലെ തമ്പുരാന്റെ വാക്കാ, രാജാവിന്റെ വാക്ക്. എന്തോന്ന് ചേ? രക്തം രക്തത്തെ ചതിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? രക്തം ചന്ദ്രൻ കണ്ടോ? നടക്കാൻ പാടില്ല എന്ന് നമ്മൾ പോലും വിചാരിക്കുന്ന പലതും ഇവിടെ നടക്കും. നടത്തുമാ ക്രിസ്റ്റഫർ. എന്താ എന്തുപറ്റി? എന്താന്ന് അറിയില്ല, വണ്ടി പെട്ടെന്ന് നിന്നുപോയി. മെക്കാനിക്കിനെ കൊണ്ടുവരാൻ ആളെ അയച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. മെക്കാനിക്ക് വരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്കട്ടെ. താൻ എൻ്റെ കൂടെ വരും. എന്താ വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല. എന്നാ വന്നോളൂ വക്കീലെ. Well, His Highness Mahendra Verma Thamburan, the Great of Krishnavilasam Palace. സ്വർഗവാതിൽ തുറക്കുന്ന ശുഭമുഹൂർത്തം നോക്കി പുരോഹിതർ ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ കേട്ട് അങ്ങനെയല്ലേ നിങ്ങൾ തമ്പുരാന്മാർക്ക് പതിവ്? ഇതെന്റെ നിയോഗമാണ് തമ്പുരാൻ. പെരുവഴിയിലാണെങ്കിലും 2 തുള്ളി തീർത്ഥം അവസാനമായി തമ്പുരാൻ ഇറ്റിക്കാൻ കഴിഞ്ഞല്ലോ. പവിത്രമായ ഗംഗാ തീർത്ഥമാണ്. ഇനി സമാധാനമായി കണ്ണടച്ചോളൂ തമ്പുരാൻ. അങ്ങയുടെ ഇഹലോകവാസം കഴിഞ്ഞു. കൃഷ്ണവിലാസം പാലസിലെ ഏട്ടൻ തമ്പുരാന്റെ മരണം വെറും മരണമല്ല, ആത്മഹത്യ. ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്താ പ്രഭാകര, അങ്ങനെ വേണ്ടേ? വേണം. എന്നാ ചെല്ല്, എല്ലാം പറഞ്ഞ പോലെ. Take this.
നിക്കവിടെ. സ്വന്തം ഏട്ടനെ കൊലക്കി കൊടുത്തിട്ട് എങ്ങോട്ടായി കയറി പോണത്? നമ്മളൊന്നും അറിയുന്നില്ല എന്നാവും ഇവന്റെ വിചാരം. ചെയ്തത് ആത്മഹത്യയാണെങ്കിലും അതിന് കാരണക്കാരൻ നീയാ. നീ ഒരുത്തൻ. ഇവിടെ കയറി കളക്ടർ കളിക്കാൻ നോക്കല്ലേ? അല്ല, പ്രഭാകരേട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങളാണ് ഏട്ടൻ തമ്മിൽ എന്നെ കൊന്നത്. എന്തിനും അളിയന്റെ പക്ഷം പിടിച്ചിട്ടുള്ളവനാ ഞാൻ. പക്ഷെ ഇത് വേണ്ടായിരുന്നു. എന്താ ഇവിടെ പ്രശ്നം? വിഷമം കൊണ്ടാ ചെറിയച്ച, വിഷമം കൊണ്ട്. പ്രഭാകരേട്ടൻ മഹിളേനെയും കൂട്ടി ബാംഗ്ലൂർക്ക് തിരിച്ചതാ ഇവന്റെ അടുത്തേക്ക്. അതെ ചെറിയച്ച, മൂപ്പർക്കിടയ്ക്ക് 2 കഴിക്കണ സ്വഭാവം ഉണ്ടല്ലോ. യാത്രക്കിടയിൽ 2 കഴിച്ചു. അതോടെ ഉള്ളിലെ സങ്കടം മുഴുവൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ചെറിയച്ച. ഉണ്ണി ചതിച്ചു പ്രഭാകര എന്ന് പറഞ്ഞ ആർത്തരിച്ച് കറിയായിരുന്നു. പാവം മഹിളേന്റെ കരച്ചിലും ഇപ്പോഴും എന്റെ ചെവിയിൽ കിടന്നിങ്ങനെ മുഴങ്ങുക. യാത്ര മതി, തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോ അത് ഇതിലേക്കായിരിക്കുമെന്ന് സത്യത്തിൽ ആരും കരുതിയില്ല. 100 കോടിയുടെ ബാധ്യതയുണ്ട് മൂപ്പർക്കായി. എല്ലാം ഈ മാന്യദേഹത്തിന്റെ നടപടി മൂലം ഉണ്ടായതാ. മഹിളേന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ പ്രഭാകരേട്ട? എന്തിനാ ഉണ്ണി നീ മഹാപാപം ചെയ്തത്? ചെറിയച്ച, ഞാനല്ല, അച്ഛന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഏട്ടന്. നല്ലതെന്ത് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് തൊട്ട് വന്നിക്കുന്ന എന്റെ ഏട്ടനെ ഞാൻ. ചരിത്രം പുരാണൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള വടക്കന്റെ കാര്യം ഇവിടെ നിൽക്കണ എല്ലാവർക്കും അറിയാം. കലക്ടറേമാനോടല്ല തന്നോടാ പറഞ്ഞ. ഇപ്പൊ അറിഞ്ഞവിടുന്ന് ഈ നിമിഷം. അതെ, അത് തന്നെയാ എന്റെ തീരുമാനം. കാല് പിടിച്ചപേക്ഷിച്ചതല്ലേ അവൻ. ആ ഉത്തരവൊന്ന് പിൻവലിക്കാൻ കേട്ടോ നീ? അന്ന് നീ അതനുസരിച്ചിരുന്നെങ്കിൽ എന്റെ മോൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. നിന്നെ ഇനി കാണണ്ട, ആർക്കും കാണണ്ട. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടി. ആത്മഹത്യ ആണെന്ന് തന്നെയാ ഇതില്. മുന്നിൽ വന്ന് വീഴുന്ന നോട്ടുകെട്ടിന്റെ ഖനം കൂടുമ്പോ കൊലപാതകം ആത്മഹത്യവും ആത്മഹത്യ കൊലപാതകവും. ഡോക്ടർ തോമസ് വർഗീസ് പോസ്റ്റ്മോർട്ടം നടത്തി ഇതുപോലൊരു റിപ്പോർട്ട് എഴുതിയ ആ സർജന്റെ പേര് ഞാൻ കുറിച്ചിടുന്നുണ്ട് എന്റെ മനസ്സിൽ. വിടില്ല ഞാൻ ഒരാളെ. ബട്ട് സർ, ഞാനിനി ഉണ്ടാവില്ല സാറിന്റെ കൂടെ. ട്രാൻസ്ഫർ അല്ലേ? അതെ. പക്ഷേ സാർ എങ്ങനെ അറിഞ്ഞു ഈ വിവരം? കമ്മീഷണർ ജോർജ് മാത്യു രേവതിയെ അടിയന്തരമായി വിളിപ്പിച്ച നിമിഷം തന്നെ എന്റെ മൊബൈലിലെത്തി മെസ്സേജ്. പിന്നീട് വേണ്ടിയിരുന്നത് വാർത്തയുടെ സ്ഥിരീകരണം. വിളിപ്പിച്ചത് വളർത്താനല്ല കൊല്ലാനാണെന്ന് കൺഫേം ചെയ്തപ്പോഴേക്കും ആഘോഷം തുടങ്ങിയിരുന്നു ക്രിസ്റ്റഫറിന്റെ ഗസ്റ്റ് ഹൗസിൽ. ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന അവർ പക്ഷേ അറിഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് സ്പെഷ്യൽ ഓർഡർ വാങ്ങി ഞാൻ രേവതിയുടെ ട്രാൻസ്ഫർ റദ്ദാക്കിയത്. ആൻഡ് യു ആർ റീഇൻസ്റ്റേറ്റഡ്. രേവതി ഇനി എങ്ങോട്ടും പോകേണ്ടി വരില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ യു ആർ ഗോയിങ് ടു ബി വിത്ത് us. താങ്ക് യു സർ. ഇനി അങ്ങോട്ട് കലാശക്കൂട്ടിന്റെ നാളുകളാണ്. പരസ്പരം വീഴ്ത്താനും സ്വയം വീഴാതിരിക്കാനും വാശിയോടെ ക്രിസ്റ്റഫറും ഞാനും ശ്രമിക്കാൻ തുടങ്ങുന്ന കാലം. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രേവതി തയ്യാറായിരിക്കണം. ഞാൻ തയ്യാറാണ് സർ. ഐ ആം വിത്ത് യു. താങ്ക് യു. സേതുലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തു പറയാനാ? സിംഹള തീവ്രവാദികൾ കടൽ കടന്നു വരുന്നു, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ക്രിസ്റ്റഫർ അവരെ സഹായിക്കുന്നു, കൊച്ചി അവരൊരു ശ്മശാനമാക്കുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കാവുന്ന കാര്യങ്ങളാണോ കളക്ടറെ? നടക്കരുതെന്നാണ് എനിക്കും. മലബാർ തീരത്ത് കാറ്റുകൊണ്ടിരുന്ന 8 പേർ വെട്ടേറ്റ് മരിക്കും വരെ പലരും സംശയിച്ചിരുന്നു. മേയർ ഇപ്പ സംശയിച്ചതുപോലെ. വിദ്യാഭ്യാസത്തിലും സർവമത സാഹോദര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയായ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. എന്നിട്ട് എന്തായി? നടന്നില്ലേ? കാട്ടൂരൊരു മുസലിയാര് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ട ഉടനെ
അതിന്റെ സത്യാവസ്ഥ പോലും തിരക്കാതെ വാളും ബോംബും എടുത്ത് ഇറങ്ങി തിരിച്ചതല്ലേ ഈ നഗരത്തിന്റെ ഒരു ഭാഗം. നടക്കുമോ എന്ന സംശയങ്ങളല്ല, നടക്കുമെന്ന വിശ്വാസത്തോടെ വേണം നമ്മൾ ഇനി എന്തിനേയും സമീപിക്കാൻ. എന്നാലേ നമ്മൾ ഭയക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കും. ദയവ് ചെയ്ത് സേതുലക്ഷ്മി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം, സഹകരിക്കണം. ഈ ശരീരത്തിന്റെ ഒരു ഭാഗം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച പട്ടാളക്കാരനാണ് ഞാൻ. എന്റെ മോളാണ് ഇവളെങ്കിൽ ഇവൾ സാറിനോട് സഹകരിക്കും. എന്താ മോളെ, അച്ഛൻ പറഞ്ഞു തന്നെയല്ലേ നിന്റെ തീരുമാനം? ഈ മൗനം സമ്മതമായിട്ടെടുക്കുന്നു. അവരുടെ നീക്കങ്ങൾ, അതാണ് എനിക്കറിയേണ്ടത്. വിളിക്കാം. വരട്ടെ. ഹലോ, ഗുഡ് ഈവനിങ് സലീം. ഗുഡ് ഈവനിങ് സർ. സോ നീയാണ് അടുത്ത കൊച്ചിൻ മേയർ. സലീമേ സർ, നിന്റെ മാഡത്തിന് പുതിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആരാ മനസ്സിലായില്ല? എന്താ വേണ്ടത്? എന്നെയും എന്റെ പദ്ധതികളെയും ഒറ്റുകൊടുക്കാമെന്ന് കളക്ടറോട് സമ്മതിച്ചാൽ അത് ഞാൻ അറിയില്ലെന്ന് കരുതിയോ അവൾ? ആ മേയർ കളക്ടർ മേയറെ സന്ദർശിക്കുമെന്ന് സലീം വിളിച്ചു പറഞ്ഞു. ഞാനും എന്റെ കുട്ടികളും കൂടെ പോയി കാര്യങ്ങൾ ഭംഗിയാക്കി മടങ്ങി. That's all. So what do you think? ഇനി പറയൂ, ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ചാരപ്പണി ചെയ്യുന്നവരെ കൊല്ലുക തന്നെ വേണം. ഗുഡ്, വെരി ഗുഡ്. വകീലേ, ഓ ഇതൊരു വെറും തോക്കല്ല. ഇതിന്റെ ഉടമസ്ഥൻ ഒരു VVIP ആണ്. പക്ഷെ ആ VVIPക്ക് അറിയില്ല അയാൾ ഭദ്രമായി സൂക്ഷിച്ച ഈ തോക്കാണ് നാളെ ഇവിടെ കലാപം തുടങ്ങി വെക്കാണ്. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ കമ്മീഷണർക്ക് തനിയെ മനസ്സിലായിക്കൊള്ളും. ഈ കച്ചവടത്തിൽ തനിക്കാ ലാഭം. മേയർ ഇല്ലാത്ത ന്യൂ ഇന്ത്യയിൽ തന്റെ വിഹിതം കോടികളായി കൂടും. എന്താ, അത് പോരെ തനിക്ക്? മതി മതി. വക്കീലെ, കീപ് ദിസ്. ഇനിയുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം. മേയറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മേയറുടെ പാർട്ടിയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും നാളെ ഈ നഗരത്തിൽ പ്രകടനം നടത്തും. പ്രകടനം അക്രമാസക്തമാവും. കല്ലേറുണ്ടാവും, തീവെപ്പുണ്ടാവും. പ്രതിപക്ഷ പാർട്ടിയുടെ കൊടികളും കൊടിമരങ്ങളും നശിപ്പിക്കപ്പെടും. അതിൽ പ്രതിഷേധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവരും പ്രകടനം നടത്തും. പിന്നെ നമ്മുടെ ഈ കൊച്ചി കൊള്ളിവെപ്പിന്റെയും കൊലപാതകത്തിന്റെയും നഗരമായി മാറും. തീയായിരിക്കും എവിടെയും. കേരളം കണ്ട ഏറ്റവും വലിയ കലാപത്തിന് കൊച്ചി സാക്ഷ്യം വഹിക്കും. തളർന്ന കൊച്ചിയുടെ മാറിലേക്ക് ഞാൻ എന്റെ കഴുകൻ കുഞ്ഞുങ്ങളെ വേട്ടയ്ക്കിറക്കും. യെസ്, ഐ വിൽ ഡു ദാറ്റ്.